ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ? നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 100,000 ഓൺലൈൻ മീഡിയാസ് ഉണ്ട് അല്ലേ? ഈ ചാനലിലൊക്കെ എത്രയെത്ര ഇൻ്റർവ്യൂസാണ് നമ്മൾ കാണാറ്. എന്ത് ബേസിസിലാണ് ഒരാളെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ ഇവർ തിരഞ്ഞെടുക്കുന്നത്? യൂട്യൂബർ, ഇൻഫ്ലുവൻസർ എന്നീ ടാഗുകളിലാണല്ലോ ഓരോരുത്തർ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ടാഗൊക്കെ അത്ര എളുപ്പം കിട്ടുന്നതാണോ? അങ്ങനെ കിട്ടിയാൽ തന്നെ അവർക്ക് ഇത്തിരി കൂടി യുക്തി വേണ്ടേ സംസാരത്തിലൊക്കെ? 19 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് തൻ്റെ 17 വയസ്സിൽ കാണിച്ച കുൽസിത പ്രവർത്തികളെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് അവതാരിക ഇതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുളിസീൻ ഒളിഞ്ഞു നോക്കിയ വീരകഥകളൊക്കെ വിളമ്പുകയാണ് പയ്യൻ. ആളുകളുടെ സ്വകാര്യതയെക്കുറിച്ചും താൻ ചെയ്ത ക്രൈമിനെക്കുറിച്ചും ഒരു മിനിമം ബോധമെങ്കിലും 18 വയസ്സ് പൂർത്തിയായ ഒരുവന് ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടത് നിർബന്ധമല്ലേ? ഇതൊക്കെ കേട്ട് കുണുങ്ങി ചിരിച്ചതിന് അവതാരികയ്ക്ക് നല്ല പൊങ്കാലയായിരുന്നു. അതിനവര് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ വന്നിട്ട് മാപ്പ് പറയുകയും ചെയ്തു. ഒരു പൊതുബോധവും പ്രൊഫഷണലിസവും ഒന്നും കാണിക്കാതെ അവർ ചെയ്ത ഈ നടപടിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷെ ശരിക്കും അവരും ഒരു ഇരയാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുപ്രസിദ്ധിയും ചീപ്പ് പബ്ലിസിറ്റിയും ഒക്കെ ആഗ്രഹിക്കുന്ന ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കല്ലേ ഈ വീഡിയോ സമൂഹത്തിലേക്ക് എത്തിയത്. എഡിറ്ററും പ്രോഗ്രാം പ്രൊഡ്യൂസറും ക്യാമറാമാനും അങ്ങനെ സകല സപ്പോർട്ടും കൊടുക്കുന്ന ഒരു വലിയ ക്രൂ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടില്ലേ? നമുക്കിപ്പോൾ മാധ്യമധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാനും ഇവരെ ഉദ്ബോധിപ്പിക്കാനും പഠിപ്പിക്കാനും ഒന്നും സാധിക്കില്ല. എന്നാൽ മാന്യത പുലർത്തുക എന്നുള്ള ഒരു മിനിമം കാര്യം നമ്മളെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ഇവരിൽ നിന്നായാലും.